കായിക താരമായ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലിന്റെ ഞെട്ടലിലാണ് കേരളം. നിലവിൽ 18 വയസ്സുള്ള പെൺകുട്ടിയെ 13-ാം വയസ്സു മുതൽ പലരും പീഡിപ്പിച്ചതായാണ് സൂചന. കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ബോധവൽക്കരണ പരിപാടിയിലൂടെയാണ് ഞെട്ടിക്കുന്ന സംഭവം പുറം ലോകം അറിഞ്ഞത്. ബോധവൽക്കരണത്തിനെത്തിയവർക്ക് ദുരനുഭവങ്ങളെക്കുറിച്ച് കുട്ടി സൂചന നൽകി. ഇതോടെ വിഷയം ശിശുക്ഷേമ സമിതിക്ക് മുന്നിലെത്തി. തുടർന്ന് പെൺകുട്ടിയും മാതാവും നേരിട്ടെത്തി മൊഴി നൽകുകയായിരുന്നു. ഇതോടെ പോലീസും കേസെടുത്തു. പെൺകുട്ടിയുടെ മൊഴിപ്രകാരം 64 പേരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 15 പേർ പിടിയിലായി. 42 പേരുടെ ഫോൺ നമ്പർ പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. 5 പേരെ ഇന്നലെ തന്നെ ഇലവുംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 10 പേരെ ഇന്ന് രാവിലെയോടെയാണ് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. വീടുമായി അടുപ്പമുള്ള ആളുകൾ തന്നെയാണ് പെൺകുട്ടിയെ ആദ്യമായി പീഡിപ്പിച്ചതെന്ന് CWC ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് 24നോട് പറഞ്ഞു. കുട്ടിക്ക് പേരുകളെ പറ്റി കുറേ ധാരണയുണ്ട്. പക്ഷെ അവരുടെ അഡ്രസ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ ബോട്ട്സ് കിട്ടാവുന്ന കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. നിർഭയ ഹോമിൻ്റെ ഭാഗമായിട്ടുള്ള സൈക്കോളജിസ്റ്റ് കുട്ടിയോട് 3-4 ദിവസം എടുത്ത് റപ്പ് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിലൂടെയാണ് ഈ മുഴുവൻ പേരുടെയും പേരുവിവരങ്ങൾ വരുന്നത്. 62ഓളം പേരുടെ പേര് വന്നു. അവർ ഓരോരുത്തരെയും എവിടെ വെച്ച് എങ്ങനെ എന്നുള്ള നിലയ്ക്കുള്ള അബ്യൂസിൻ്റെ ദുരുപയോഗത്തിൻ്റെ വസ്തുത പുറത്തു വരുന്നത്. അച്ഛൻ്റെ ഫോണിലേക്കുണ്ടായ മറ്റ് ചില ഇടപെടലുകളാണ് കുട്ടിക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ആ ഫോൺ ഉപയോഗിച്ചാണ് മറ്റ് ദുരുപയോഗം ചെയ്ത അല്ലെങ്കിൽ ആരോപണ വിധേയരായവർ കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നത്. ആ ഫോണിൽ കുട്ടി കണ്ടെത്തി കൊടുത്തതാണ് ഏതാണ്ട് 40ഓളം പേരുടെ ഫോൺ നമ്പറുകൾ. സ്കൂൾ ടൈമിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പരിശീലന പരിപാടിയും മറ്റുമൊക്കെ ആയിട്ട് പോയ ക്യാമ്പുകളിൽ ഒക്കെ ആയിട്ട് ആണ് ഉണ്ടായിരിക്കുന്നത്. കായിക താരമായ പെൺകുട്ടി പരിശീലകരാലും പീഡിപ്പിക്കപ്പെട്ടെന്നാണ് ഞെട്ടിക്കുന്ന വിവരം. കൗൺസിലിംഗിന് ശേഷം പെൺകുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ തുടരുകയാണ്. സംഭവത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട നേതാക്കൾ രംഗത്തെത്തി. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഭീകരമായ സംഭവമെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പ്രതികരിച്ചത്.